വേണ്ടിയായിരിക്കണം. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പിടി പിടിച്ചപ്പോഴേ വീണു. ഇവിടെ വീണു എന്റെ കയ്യിലാണ് വീണത്. എന്നിട്ട് ആ പിട കണ്ടോണ്ടാണ് ഞാൻ പിന്നെയും ചുറ്റിയിലെടുത്ത് അടിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ അഫാൻ്റെ ഒരു വീഡിയോ കണ്ടു. എന്നെ വല്ലാതെ നടുക്കി ആ ഒരു വീഡിയോ. കാരണം ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ അഫാനെ മുഖത്തൊരു ഭാവവ്യത്യാസം പോലുമില്ലാതെ അത് മുഴുവനും പോലീസിനോട് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ. അതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. നമുക്കെന്നെ അത്ഭുതം തോന്നും. നോക്കി പുറത്തോട്ട് ഓടാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പിടി പിടിച്ചപ്പോഴേ വീണു. ഇവിടെ വീണു. എന്റെ കയ്യിലാണ് വീണത്. എന്നിട്ട് ആ പിട കണ്ടോണ്ടാണ് ഞാൻ പിന്നെയും ചുറ്റിയിലെടുത്ത് അടിച്ചത്. ഇവിടെ അടിച്ച് പിടിച്ച് കിടത്തിയല്ലോ. പിടിച്ച് കിടത്തി. എങ്ങനെ പിടിച്ച് ഇവിടെ ആദ്യം എടുത്ത ഇവിടെ നഗത്തോട്ടാണ് ഇങ്ങനെയാണ് കിടത്തിയത്. മൊത്തത്തിലോ? പോലോട്ടങ്ങനത്തെ അഫാന് വീട്ടിലേക്ക് വരുന്നത് കണ്ട് സന്തോഷത്തോടെയാണ് അവരവനെ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ അടുക്കളയിലേക്ക് ഒന്ന് പോയതായിരുന്നു ഈ സജ്ജന ബീവി എന്ന് പറയുന്ന ലത്തീഫിൻ്റെ ഭാര്യ. ആ ഒരു സ്ത്രീ പിന്നെ പെട്ടെന്ന് കേൾക്കുന്നത് അലമുറയിട്ട് കരയുന്ന അവരുടെ ഭർത്താവിൻ്റെ ശബ്ദമാണ്. ആ സ്ത്രീ അടുക്കളയിലേക്ക് പോയ തക്കം നോക്കിയിട്ട് കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് ലത്തീഫ് എന്ന ആ മനുഷ്യൻ്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു അഫാന്. ആ ഒരു അലർച്ച കേട്ടിട്ടാണ് സജന ബീവി അടുക്കളയിൽ നിന്ന് ഓടി വരുന്നത്. പടച്ച റബ്ബേ, കണ്ടു നിൽക്കാൻ കഴിയാത്ത രംഗം. അവർ അലമുറയിട്ട് ഒച്ചയുണ്ടാക്കി ഓടി അടുക്കളയിലേക്ക്. അഫാന് പിന്നാലെ പോയിട്ട് അവരെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നത്രേ. അതൊക്കെ ഇങ്ങനെ വിവരിക്കുന്നത് കാണുമ്പോൾ പടച്ച റബ്ബേ, എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തിക്ക് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് അവനെങ്ങനെയാണ് അത് വിശദീകരിച്ച് ഇത്രയും സിമ്പിളായിട്ട് വിശദീകരിച്ച് കൊടുക്കുന്നത് എന്ന് കാണുമ്പോൾ അതിശയവും അത്ഭുതവും തോന്നിപ്പോവാണ്. അവരുടെ കയ്യിലൊക്കെ ഒരുപാട് മുറിവുണ്ടായിരുന്നത്രേ. അതൊക്കെ അഫാൻ്റെ ഈ ഒരു പരിക്കുകളിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ലത്തീഫിനെ കൊന്ന സമയത്ത് ലത്തീഫിൻ്റെ ഫോണും അതേപോലെ ചാവിയൊക്കെ മിസ്സിങ് ആണ്. അതൊക്കെ എവിടെയെന്ന് അഫാനോട് ചോദിക്കുമ്പോഴാണ് അഫാൻ പറയുന്നത്, അഫാൻ ഈ മനുഷ്യനെ കൊന്നതിൻ്റെ ശേഷം നിരന്തരമായിട്ട് അയാളുടെ മൊബൈലിലേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അഫാൻ അത് കണ്ടിട്ട് ഈറ പിടിക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ ഭയപ്പാടുണ്ട്. കാരണം ഈ വിളിക്കുന്ന വ്യക്തികൾ ലത്തീഫിൻ്റെ വീട്ടിലേക്ക് തെരഞ്ഞു വരുമോ എന്നുള്ളൊരു പേടിയും അവൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അയാളുടെ ഐഫോണാന്ന് തോന്നുന്നു, ആ ഫോണും ചാവിയും എടുത്ത് അവൻ ബൈക്കിൽ കയറിയിട്ട് പോവുകയാണ് അവൻ്റെ വീട്ടിലേക്ക്. ആ സമയത്ത് 200 മീറ്ററേറ്റ അപ്പുറത്ത് ആ ഒരു ചാവിയും മൊബൈലും അവരൊരു പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് പോലീസ് അത് എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഫാൻ്റെ ഉമ്മയോട് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, സ്വന്തം മകൻ മരണപ്പെട്ട വാർത്ത ഉമ്മയോട് പറഞ്ഞു എന്നുള്ള കാര്യം. അതുപോലെ കുടുംബത്തിലുള്ള മരണപ്പെട്ട ആളുകളുടെ ഒക്കെ മരണവാർത്ത ആ ഉമ്മയോട് ഡോക്ടർമാർ കുടുംബക്കാരെ ആ ഒരു സാന്നിധ്യത്തിൽ വെച്ചിട്ട് പറഞ്ഞത്ര. ആ ഉമ്മാനോട് പറയാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇതിൻ്റെ ഒക്കെ പിന്നിൽ അഫാനായിരുന്നു എന്ന ഒരു സത്യം അവരിപ്പോഴും ആ ഒരു ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. ആ ഉമ്മ ചോദിച്ചത് അഫാൻ എവിടെ എന്നാണ്. ആ സമയത്ത് അഫാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അവനും ആ ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പടച്ച റബ്ബേ, ആ ഉമ്മ ഒന്നും അറിയാതെയാണ് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയില്ല ഇപ്പോഴും ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്തത് തൻ്റെ മകനാണ് എന്ന്. ഇത്രയും വലിയ ഈ ഒരു കൊലപാതകം നടക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഇതിൻ്റെ മുമ്പ് തന്നെ ഉമ്മയും മകനും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്ര. ഇനി എന്താണ് ചെയ്യുക? കടം കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കടം വാങ്ങിയ പൈസ ഒന്നും കടക്കാർക്ക് തിരിച്ചു പോലും കൊടുക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. പണം ഇനി കിട്ടാനില്ല, അത്രമേൽ കടം കയറി കുടുങ്ങിയിട്ടുണ്ട്.
നമുക്ക് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു. ആ കൊലപാതകം നടക്കുന്ന അന്ന് രാവിലെ അഫാന് ഉമ്മാനോട് 2000 രൂപയായിട്ട് ചോദിച്ചത്രേ. അപ്പം അത് കൊടുക്കാനില്ല. അപ്പം അവൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ നിങ്ങളെ പിന്നാലെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ കഴുത്തിലൂടെ ഷാളിട്ട് മുറുക്കിയിട്ട് തലയിലേക്ക് ആഞ്ഞടിച്ചു. ആ ഉമ്മ നിലത്ത് വീണ് ആ ഉമ്മയെ വലിച്ചു കൊണ്ടുപോയൊരു റൂമിലാക്കിയിട്ട് തലയിലേക്ക് വീണ്ടും ആഞ്ഞടിച്ചിട്ട് രക്തം വാർന്നൊഴുകിയത് കണ്ട് കണ്ണ് അമർത്തി അടച്ചിട്ട് ഉമ്മ മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വല്യമ്മാൻ്റെ അടുത്തേക്ക് ഇവൻ പോകുന്നത്. അവിടെ പോയി വല്യമ്മാനോട് സ്വർണം ചോദിച്ചപ്പോൾ വല്യമ്മ തരൂലാന്ന് തീർത്ത് പറഞ്ഞത്രേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വയോവൃദ്ധയെയും ക്രൂരമായിട്ട് മർദ്ദിച്ചു. അങ്ങനെ ഇവൻ ആയുധമൊക്കെ വാങ്ങിയിട്ട് പിന്നീടാണ് ഈ ലത്തീഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോകുന്നത്. കാരണം ആ മനുഷ്യനാണ് ഇവനെ ഒരുപാട് ഉപദേശിച്ചിട്ടുള്ളത്, ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. കാരണം ആഡംബരമായിട്ടുള്ളൊരു ജീവിതം, അത്രമേൽ വലിയ കടക്കെണിയിലുള്ള ഒരു കുടുംബം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉപദേശിക്കാതിരിക്കുക? ആ മനുഷ്യൻ്റെ ഉപദേശമൊക്കെ കേട്ടിട്ട് ഇവൻ അയാളോട് വെറുപ്പാണ് തോന്നിയത്. അങ്ങനെയാണ് ആ ഒരു വീട്ടിലേക്ക് അയാളെ കൊല്ലുക തന്നെ വേണമെന്നുള്ള തീരുമാനത്തിൽ അഫാന് പോകുന്നത്. ആ മനുഷ്യനെ അടിച്ച് വീഴ്ത്തി അയാളുടെ ശബ്ദം കേട്ടിട്ട് അവരുടെ ഭാര്യ ഓടി വന്നു, അവരെയും ഇല്ലാതാക്കി. എന്നിട്ട് നേരെ പോകുന്നത് ഫർസാനയുടെ അടുത്തേക്കാണ്. അവളുടെ സ്വർണം ഇവൻ വാങ്ങിയിട്ടുണ്ട്, അതവളുടെ ഉപ്പ അറിഞ്ഞിട്ടില്ല. അതവൾ നിരന്തരം ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും വലിയ കടക്കണീൻ്റെ ഉള്ളിൽ അഫാൻ അത് കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇവളുടെ ഈ സമ്മർദ്ദം അവന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നതാനും. അങ്ങനെ വളരെ തന്ത്രപൂർവം അവൻ അവളെ വിളിച്ചു വരുത്തി. അവളെ വിളിച്ചു വരുത്തുന്നതിൻ്റെ മുമ്പ് അഫാൻ്റെ ചെറിയ അനിയനായ ഹസാൻ്റെ കയ്യിൽ മന്തി വാങ്ങിക്കാൻ പറഞ്ഞയക്കുകയാണ്. മന്തിയുമായിട്ട് വരുന്നതിൻ്റെ മുമ്പ് അഫാന് ഫർസാനയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ്. കൊലപ്പെടുത്തുന്നതിൻ്റെ മുമ്പുണ്ടായ കാര്യങ്ങൾ എന്താണെന്നറിയോ? അവന് അവളോട് പറഞ്ഞത്രേ, ഈ ഉമ്മാനെ കൊന്നതും വല്യമ്മാനെ കൊന്നതും അതുപോലെ തന്നെ എളാപ്പയെയും അവരുടെ ഭാര്യയെയും കൊന്നതൊക്കെ അവരൊക്കെ പോയിട്ടുണ്ട് എന്ന് ഇവൻ അവളോട് തുറന്നു പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി തലയിൽ കൈവച്ചുകൊണ്ട് ഇനി എങ്ങനെ ജീവിക്കുക എന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കസാരയിലിരുന്നപ്പോൾ അഫാൻ അവളുടെ തലയിലേക്ക് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച ഒരു രംഗം. ആ മയ്യത്ത് കണ്ടു ഞാൻ, റബ്ബേ, സഹിക്കാൻ കഴിയാത്തത്രമേൽ ക്രൂരമായിരുന്നു ആ ഒരു കുട്ടിയുടെ ആ ഒരു രംഗം. ഒരു കസാരയിൽ ചാരിയിരിക്കുന്ന ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ ചിത്രം. അത് കഴിഞ്ഞിട്ട് അഫാൻ്റെ അനിയൻ അഹസാന് കുഴിമന്തിയുമായിട്ട് ആ വീട്ടിലേക്ക് കടന്നു വന്നു. ഇക്കാക്ക എന്ന് വിളിച്ച് വന്ന അവനെ ക്രൂരമായിട്ട് ചുറ്റിക കടിച്ചിട്ട് അഫാന് കൊലപ്പെടുത്തുമ്പോഴും ഇക്കാക്ക ഇക്കാക്ക എന്ന് അലമുറയിട്ട് കരഞ്ഞിട്ട് ആ അനിയൻ വിളിച്ചത്ര. പടച്ച റബ്ബേ. എന്നിട്ട് ആ അഫാൻ ആ ഒരു കുട്ടിയുടെ ചാരയിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അവന് നേരെ കുളിക്കാൻ പോയി. എന്നിട്ട് അവൻ കൊണ്ടുവന്ന മദ്യത്തിൽ വശം കലക്കിയിട്ട് അവൻ കുടിച്ച് അവൻ ബൈക്കിൽ കയറി പോകാൻ നേരത്ത് ബൈക്ക് സ്റ്റാർട്ടാകാത്തത് കൊണ്ടാണ് അവൻ ഓട്ടോറിക്ഷയിൽ അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. പോലീസിനോട് പറഞ്ഞു. എന്നിട്ട് ഇന്ന് അവൻ കൊടുത്ത ആ മൊഴിയുണ്ടല്ലോ, പടച്ചറബ്, അത് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ്. അവന് 2-3 ദിവസമായിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അവൻ നടത്തിയ ചില നാടകങ്ങൾ. ബാത്റൂമിൽ കുഴഞ്ഞു വീഴുക, പോലീസുകാർ പേടിക്കുകയാണ്, എന്താണ് കാട്ടുക എന്ന് പോലും അറിയാതെ. BP-യും കാര്യങ്ങളൊക്കെ നോർമലാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിവൻ്റെ അഭിനയമാണ് എന്ന്. അങ്ങനെ വീണ്ടും അവനുമായിട്ട് തെളിവെടുപ്പിന് പോകുന്നു. അവന് ചിക്കൻ വേണം, അതുപോലെ അവന് കട്ടൻ ചായ വേണം. ഇതൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ തലവേദന വരും. ഞാൻ ചോദിക്കട്ടെ, ഇവനെ കൊണ്ടുപോയത് എന്തിനാണ്? സുഖവാസത്തിനാണോ? അല്ലല്ലോ. ഇത്രയും കൊടൂരമായ കൊലപാതകം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പടച്ചവനെ
എന്നിട്ട് സുഖവാസം. ഇനിയും ഒരുപാട് തെളിവെടുപ്പ് നടക്കാനുണ്ട്. യാ അല്ലാഹ്, പടച്ചവനെ എത്ര വേദനിപ്പിക്കുന്ന ഒരു രംഗങ്ങളാണ് നമ്മളാ കേട്ട് തീർത്തത്. എനിക്കിപ്പോഴും ആ ഒരു കാര്യം ഓർത്തിട്ട് അതിശയമാണ് വരുന്നത്. എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ ഇത്ര സിമ്പിൾ ആവാൻ കഴിഞ്ഞു എന്നത് ഓർക്കുമ്പോൾ.